2 അബോർഷൻ, 3 കൊലപാതകം. ഒരച്ഛൻ അല്ല, ഒരു മനുഷ്യൻ പോലും അല്ല. തൻ്റെ ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും നീന്തൽ കുളത്തിൽ മുക്കിക്കൊണ്ടു, അതും 2 അബോർഷനുകൾക്ക് ശേഷം. ഇതൊരു കഥയല്ല, പത്രത്തിൽ വന്ന വാർത്തയാണ്. പോലീസ് ആദ്യം ഇത് സ്വാഭാവിക മരണം എന്ന് കരുതിയത്. പക്ഷേ ചോദ്യം ഒന്ന്, ഇതുപോലെ എത്ര സംഭവങ്ങൾ ഇന്നും സ്വാഭാവികമെന്ന് കരുതി നമ്മൾ കടന്നുപോകും? ഇവിടെ പ്രശ്നം ഒരു ക്രൈം മാത്രമല്ല, ഇത് നമ്മുടെ ചിന്തയുടെ പരാജയമാണ്. ക്രൈമിന് മുന്നേ CCTV ഓഫ് ചെയ്യാൻ അറിയാവുന്ന മനുഷ്യൻ, ഗർഭം സ്കാൻ ചെയ്ത് കുഞ്ഞിൻ്റെ ലിംഗം അറിയാൻ ശ്രമിക്കുന്ന മനുഷ്യൻ, ടച്ച് സ്ക്രീൻ മൊബൈൽ ഉപയോഗിക്കുന്ന മനുഷ്യന് ഒരു കുഞ്ഞിൻ്റെ ലിംഗം എങ്ങനെ തീരുമാനിക്കപ്പെടുന്നു എന്നറിയില്ലേ? ഒരു കുഞ്ഞ് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് അത് തീരുമാനിക്കുന്നത് സ്ത്രീ അല്ല. ഇവിടെ ഒരു സ്ത്രീ ഇതിനകം 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി, പിന്നീട് 3 പ്രാവശ്യം കൂടി ഗർഭിണിയായി. അതിൽ 2 പ്രാവശ്യം അവൾ നിർബന്ധിച്ച് ഗർഭമലസിപ്പിച്ചു. 3ാമത് അവൾ ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ശിക്ഷ അവളുടെ ജീവൻ, ഒപ്പം അവളുടെ വയറ്റിലുണ്ടായിരുന്ന പുതുജീവന്റെ തുടുപ്പും മറ്റ് 2 പിഞ്ചോമനകളുടെ ജീവൻ. ഇത് ഒരു മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ പ്രശ്നമല്ല, ഇത് നമ്മുടെ ചിന്തയുടെ പ്രശ്നമാണ്. ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നു, പക്ഷേ സത്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല. പ്രോബ്ലം നമുക്കിഷ്ടമുള്ളതേ സത്യമെന്ന് വിശ്വസിക്കുന്നതാണ്. നമ്മൾ മാറിയില്ലെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ മാറില്ല. നമ്മൾ ശരിക്കും പുരോഗമിച്ച മനുഷ്യരാണോ, അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിക്കുന്ന പഴയ ചിന്തകളാണോ? ഒന്ന് ഓർമ്മിച്ചു വയ്ക്കൂ, കുഞ്ഞിൻ്റെ ലിംഗം അത് അമ്മയുടെ തെറ്റല്ല, അത് പിതാവിൻ്റെ ക്രോമസോമാണ്. അതിൽ പോലും നമ്മൾക്ക് കൺട്രോളില്ല. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് നടപ്പിലായാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും കുറയും. ഈ സത്യം ഓരോ പെൺകുട്ടിയും അറിയണം. ഒരു കുഞ്ഞിൻ്റെ ലിംഗം അത് അമ്മയുടെ കാര്യമല്ല. അതിനെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ അവിടെ തന്നെ അത് തെറ്റാണെന്ന് പറയാൻ ഓരോ പെൺകുട്ടിക്കും കഴിയണം. ഈ അറിവ് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. പ്രോബ്ലം ഇഗ്നോറൻസ് അല്ല, പ്രോബ്ലം ശരിയായ അറിവില്ലാത്ത ചിന്ത. അതാണ്.